ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. നിനക്ക് ഭയങ്കര ഒരു തന്തവൈബ് വന്നിട്ടുണ്ട്. അയ്യോ നിങ്ങൾ ഫ്രണ്ട്സ്. കുറച്ചു കാലം വരെ നമ്മളോട് ഈ ഓണപ്പാട്ടിനെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന പാട്ട് പൂവേ പൊലി പൂവേ അങ്ങനെയായിരുന്നു. പക്ഷെ റീസെൻ്റ്ലി ഓണപ്പാട്ടിനെ കുറിച്ച് നമ്മളോട് സെയിം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരേ ഒരു പാട്ടേ വരുള്ളൂ. ആ പാട്ടാണ് ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ എന്ന് പറയുന്ന പാട്ട്. ആ പാട്ടിന്റെ മേക്കേഴ്സ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സബീഷ് ചേട്ടൻ ആൻഡ് ബ്രിജേഷ് ചേട്ടൻ, സ്വാഗതം. പാട്ട് പാടിപ്പിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പൊ നമുക്ക് ഈ പാട്ട് പാടിയിട്ട് തന്നെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടുപേരും കൂടിയിട്ടൊന്ന് പാടാവും. എന്തായാലും മ്യൂസിക് ചെയ്ത ആൾക്ക് ലിറിക്സ് ചെയ്ത ആളും ഒന്ന് പാടാവും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണത്തിക്കിളിയെ നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. അല്ല, അതിന്റെ മേക്കേഴ്സിന്റെ അടുത്ത് തന്നെ ആ പാട്ട് കേൾക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. 2002 എഴുതിയ പാട്ടാണ്. പക്ഷെ 2004 കൊട്ടേഷൻ എന്നുള്ള മൂവിയിലൂടെയാണ് ഈ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയമാവുന്നത്. പക്ഷെ കുറച്ചും കൂടി കൂടുതൽ ട്രെൻഡിങ് ആവുന്നത് റീസെന്റ് ആണ്. അപ്പോൾ ആ ഒരു പാട്ടിലേക്ക് വന്ന വഴിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? ഞാനും സബീഷും 98 മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ ഡിഗ്രി ഒരുമിച്ച് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ 98, 99 കാലഘട്ടത്തിൽ സോങ്സ് ഞങ്ങൾ അധികം കേൾക്കുമായിരുന്നു. ഇപ്പോൾ അന്ന് റഹ്മാൻ സാർ, ഇളയരാജ സാറ്, രവീന്ദ്ര മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, ഔസേപ്പച്ചൻ സാറ്, ഇവരുടെയൊക്കെ സോങ്സ് സ്ഥിരമായിട്ട് വളരെയധികം കേൾക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ടും ക്ലാസ് ഉള്ളപ്പോഴും ഒക്കെ പുറത്തു പോയി ഇരുന്നിട്ട് ഇതിനെ സോങ്സിനെയും സിനിമയെ പറ്റി ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഒരു ദിവസം ഇതേപോലെ സബീഷ് പറഞ്ഞു നമുക്കൊരു സോങ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിലും പുള്ളി മ്യൂസിക് ഇട്ടു. സബീഷ് മ്യൂസിക് ഇട്ടിട്ട് അതിന് ഞാൻ അപ്പോൾ തന്നെ എനിക്ക് വരികൾ എഴുതി. അന്നാണ് അറിയുന്നത് സബീഷ് മ്യൂസിക് ചെയ്യുമെന്നും എനിക്ക് എഴുതാൻ പറ്റുമെന്ന്. അങ്ങനെ എഴുതിയൊരു പാട്ടാണ് ഈ കായലോരം എന്ന് പറഞ്ഞ ഞങ്ങളൊരു സോങ് ഉണ്ട്. അത് ഞങ്ങൾ ആൽബമായിട്ട് ഇറക്കുകയും ചെയ്തു. 2001 ആൽബമായിട്ട് ഞങ്ങൾ ഇറക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഒരു 6-8 പാട്ടുകളോളം സബീഷ് മ്യൂസിക് ചെയ്തു. ഞാനൊരു 6 സോങ്, പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ 1-2 സോങ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഓണപ്പാട്ടിലോട്ട് ഞങ്ങൾ വരുന്നത്. ഈ പാട്ട് ആ സമയത്ത് 2004 പറഞ്ഞത്. 2004 സിനിമ ഇറങ്ങുന്നത്. ആ ഒരു ട്രെൻഡിലല്ല, അന്നത്തെ ഒരു ട്രെൻഡിലല്ലല്ലോ ഈ പാട്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യത്തിലോട്ട് എങ്ങനെയാ വന്നത്? കാരണം അതൊരു പൊളിച്ചെഴുതലാണ്. കാരണം ഒരു മെലഡി ട്രാക്കിലൂടെ വന്ന്, പക്ഷെ മെലഡി അല്ല, ഫ്യൂഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ആ ഒരു ട്രാക്കിലോട്ടൊക്കെ എങ്ങനെയാ വന്നത്? അത് ഞങ്ങളത് എഴുതിയപ്പോഴേ ഈ സമയം ഞങ്ങൾ എഴുതിയപ്പോൾ ഞങ്ങളൊരു മെലഡി ചെയ്തൊരു നമ്മളുടെ ഒരു ഓണം സ്റ്റൈലിൽ തന്നെയാണ് മെലഡി ചെയ്തേക്കുന്നത്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ബാക്കിംഗ് എല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞില്ല, ഒരു റോക്ക് ബേസ്ഡ്, ഒരു റോക്കിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റൊക്കെ അതിനകത്ത് ഒരല്പം കറക്റ്റായിട്ട് ചേർക്കുക എന്നുള്ളതാണ്. കൂടുതൽ ചേർത്താൽ ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ മലയാളത്തിൽ ചേർത്താൽ അത് കയ്യിന്ന് പോവും. അപ്പോൾ അതൊരു കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്ത് കുറച്ച് അങ്ങനെയാണ് ആ ഒരു മെലഡി. പക്ഷേ നമ്മളുടെ ഒരു കേരളീയമായിട്ടുള്ള ഒരു മെലഡി തന്നെയാണ് ഞങ്ങളത് ചെയ്തത്. പക്ഷെ അതിൻ്റെ ബാക്കിംഗ് എല്ലാം ഞങ്ങളൊരു ചെറിയ അത് മനഃപൂർവ്വം തന്നെ അങ്ങനെ ചെയ്തേക്കുന്നതാണ്. അത് അന്ന് അങ്ങനെ ചെയ്ത് ചിന്തിച്ച് അങ്ങനെ വന്ന് അങ്ങനെ നമുക്ക് ചെയ്യാം, അങ്ങനെ ഒരു ഐഡിയയിൽ ചെയ്തതാണ്. ലിറിക്സ് എഴുതുന്ന സമയത്ത് നമുക്ക് ഓണപ്പാട്ടിന്റെ ഒരു ക്ലീശ അല്ലാതെ കുറച്ചും കൂടി ഒരു വേറെ കുറെ കാര്യങ്ങൾ, ഇപ്പോൾ കുമ്മാട്ടിക്കളിയുടെ ഇൻസ്പയർ ചെയ്തിട്ട്, അപ്പൊ അതൊക്കെ എങ്ങനെയാ ചേട്ടൻ ഈ ലിറിക്സിന്റെ സമയത്ത്? ലിറിക്സ് സബീഷ സോങ് ഞങ്ങൾ ഈ 2002 ഈ സോങ് എഴുതുമ്പോൾ സബീഷ് ദിവസം പറയാം നമുക്കൊരു ഓണപ്പാട്ട് ചെയ്യാം, മ്യൂസിക് ചെയ്തോളാൻ പറഞ്ഞു. ഫസ്റ്റ് സബീഷ് പറഞ്ഞു നമുക്ക് കുറെ പാട്ടുകൾ, ഓണപ്പാട്ടുകൾ കുറെ ഉണ്ട്, നമുക്ക് അപ്പോൾ ആ ഒരു വേർഡിങ്സ് സ്റ്റാർട്ട് ചെയ്യാണ്ട് ഞാൻ പറയും ഓണപ്പാട്ടെന്ന് പറഞ്ഞത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ കിടന്നോട്ടെ, എന്നാലും ഇത് അങ്ങനെ അറിയപ്പെടുമല്ലോ. അപ്പോൾ ഞാൻ പറയും ഓണപ്പാട്ടെന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഓണപ്പാട്ടെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കുറേ ഓണ സോങ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബലമായിരിക്കാം, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം കേട്ടതിൻ്റെ. അപ്പോൾ സബീഷ് അതിനനുസരിച്ച് നല്ല മ്യൂസിക് ആയിരുന്നു അന്ന് ചെയ്തത് തന്നെ. അപ്പോൾ എനിക്കും നല്ല ഇൻട്രസ്റ്റ് തോന്നി അതിൽ എഴുതി പോകാം.
അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് ഓണം ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് വേർഡ്സും കാര്യങ്ങളും അതൊക്കെ വെച്ചാണ് ആ പാട്ട് എഴുതിയത്. പിന്നെ ഇങ്ങനെ ഈ കൊട്ടേഷൻ എന്നുള്ള മൂവിയിലോട്ട് വരുന്നത് കാരണം 2002 എഴുതിയത്. ഇത് പറഞ്ഞപ്പോ ഇവന്റെ ഈ ക്ലീഷ എന്ന് പറയുന്നതല്ല എന്ന് പറഞ്ഞതിന്റെ ഒരു ഇത്, ഇവന്റെ എഴുത്തില് ക്ലീഷ വരാറില്ല. അത് അങ്ങനെ ഒരു പ്രത്യേകത, അത് ഞാൻ എടുത്ത് പറയേണ്ട, ആ ചോദ്യം മുന്നേ തന്നെ ഇത് പറയുകയാണ്, അത് പറയേണ്ട ഒരു കാര്യം. പിന്നെ വന്നാൽ തന്നെ എന്തിനും വരും, ഞങ്ങൾ ഉഴപ്പും, ഇടയ്ക്കിന് ഉഴപ്പൂല, ഇതിന് കുറച്ച് പല്ലവി കഴിയുമ്പോൾ ഇത്തിരി ഉഴപ്പാനൊക്കെ തോന്നും. അപ്പൊ ഞങ്ങള് അങ്ങനെ വന്നാല് ഞങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, എടാ അത് കൊള്ളൂല എന്ന് ഞാൻ പറയാതെ തന്നെ അവന് മനസ്സിലാവും. ചില സാധനങ്ങള് ഒന്നും മിണ്ടാതിരിക്കുമ്പോ അവന് തോന്നും വേണ്ടല്ലേ, എന്നാ വേണ്ട. അങ്ങനെ ഒരു ക്ലീഷ എനിക്ക് ആ പറഞ്ഞത് മനസ്സിലായി, അതാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. അത് ഇവന്റെ ഒരു ക്വാളിറ്റി, വന്നേക്കണ വഴി അതായിരിക്കും. അന്ന് 2002 ആ സമയത്തൊക്കെ ഓണപ്പാട്ട് വളരെ ഭീകരമായ വരികളൊക്കെ ആയിരുന്നു അന്ന് ഈ തിരുവോണക്കൈ നീട്ടം പോലത്തെ സോങ് ഒക്കെ. അപ്പൊ അത് ആ ഒരു റേഞ്ചിലും നമുക്ക് എഴുതാനുള്ളൊരു ഇതൊന്നുമില്ല. അപ്പൊ സിമ്പിളായിട്ട് അന്നത്തെ ഒരു അറിവ് വെച്ച് സിമ്പിളായിട്ട് എഴുതിയ ഒരു സോങ് ആണത്. ഞാനും അതെ കേട്ടാ, സംഗീതം അതുപോലെ തന്നെ അന്നത്തെ ഒരു അറിവ് വെച്ചിട്ട് ചെറുതായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. അത്ര ഞാൻ പറയാം, അത്രയും കൂട്ടുണ്ടെന്നേ, നല്ല കൂട്ടുണ്ട്, അതൊരു ബലമാണ്. ഫ്രണ്ട്സ് അത് വല്ലാത്തൊരു ബലമാണ്. അതിപ്പോ ഒത്തിരി പേരുണ്ട്, അവര് കൂടെ ഉള്ളപ്പോ നമ്മളൊന്ന് അത് കൊള്ളൂല്ലെങ്കിലും മീൻസ് അത് അവര് തന്നെ അത് പറഞ്ഞ് നന്നാക്കി ഹിറ്റാക്കി തരും. അത് വലിയൊരു ഇത്. അത് ഞാൻ പറയുന്ന, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരാണ് ഞാൻ ഈ മ്യൂസിക്കിലേക്ക് തിരിയാൻ കാര്യമൊക്കെ അവര് തന്നെ. എനിക്ക് ആ ചേഞ്ച് വരുന്നത്, ഇപ്പൊ ഞാൻ മ്യൂസിക് ചെയ്യുമെന്ന് കണ്ടുപിടിക്കുന്നത് ഞാനല്ല, എന്റെ കൂട്ടുകാരൊക്കെ തന്നെയാണ്. എടാ നീ ചെയ്, അങ്ങനെ ഒരു പുഷ് ഉണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പൊ പറയാനാണ് ഒത്തിരി പേരുടെ പേര് പറയുന്നത്, പക്ഷെ അതുകൊണ്ട് സോങ്ങും മ്യൂസിക് എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെ പ്രഷറൈസ് ചെയ്തതിൽ കൂടുതൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് അവനെ കൊണ്ട് പിന്നെ ഒരു 4-5 ദിവസം കൊണ്ട് ഞങ്ങൾ 4-5 സോങ്സ് ചെയ്ത്. പിന്നെ അത് ഞങ്ങള് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ മാർക്കറ്റ് റോഡ് ഉണ്ട്. നല്ല തിരക്കുള്ള വഴിയാണ് അത്യാവശ്യം. നമ്മുടെ മാർക്കറ്റ് റോഡ്, ആ സരിതയുടെ ബാക്ക് സൈഡ്, അവിടെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കും കുറച്ചു നേരം. അവിടെ ആ റോഡ് സൈഡിൽ ഞങ്ങൾ ഇരിക്കും. ചിലപ്പോൾ ഇരിക്കാനുള്ള കടയുടെ തിണ്ണയൊക്കെ ഉണ്ടാവും. ഞങ്ങളവിടെ ഇരുന്ന് കുറെ പേരുണ്ടാവും, ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ അധികം ഉണ്ട്. അപ്പൊ ചിലപ്പോ ഞങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടപ്പോ ഞാനും ഇതിനോട് ഒരു കുറച്ചങ്ങോട്ട് മാറിയിരിക്കും. ചിലപ്പോ അതിനകത്ത് തന്നെ ഇരുന്ന് നീ ചെയ്യും. അപ്പൊ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് മ്യൂസിക്, ചിലവരൊന്ന് കളിയാക്കും, കളിയുന്നത് തമാശക്ക്, തട്ടിക്കോടാ എന്നൊക്കെ പറയും. അങ്ങനെയല്ല, പേര് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയാത്ത. എനിക്ക് ഓർമ്മയുണ്ട് പലര് തമാശക്ക് ഇങ്ങനെ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എൻകറേജ് ചെയ്യിക്കും. ഭയങ്കര ആൽബം ഓണപ്പാട്ട് ഇറങ്ങുന്നതിന് മുമ്പാണ് ആൽബംസ് ഒരു 8 സോങ്ങുകളും ഉണ്ടായിരുന്നു. അന്നൊരു പത്രത്തില് സൺഡേ സപ്ലിമെന്റിൽ ഞങ്ങളുടെ ഫോട്ടോ വരികയാണ്. അപ്പൊ അന്നാണ് എൻ്റെ വീട്ടുകാർ പറയുന്നത്, നീ എങ്ങനെയാണ് ഈ ഫോട്ടോയിൽ വന്നത്? ഞാൻ പറഞ്ഞിങ്ങനെ പാട്ട് എഴുതി എന്ന് പറഞ്ഞു. സബീഷൊക്കെ ഉണ്ടല്ലോ, ആ സബീഷും ഉണ്ട് ഇതിന്റെ കൂടെ പാട്ട് എഴുതി. അപ്പൊ വീട്ടുകാര് കോളേജിൽ പോകുന്ന തിരിച്ചു വരുന്നത് രാത്രിയാവും. കോളേജിൽ പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ ചെല്ലും. കാരണം രാത്രി വരെ സ്റ്റേഡിയത്തില് അവിടെ ഇവിടെ കേട്ടിരിക്കും. എന്റെ വീട് സ്റ്റേഡിയത്തിന്റെ അടുത്തായിരുന്നു. അപ്പൊ ഞങ്ങളവിടെ ഇവൻ വരും, ഫ്രണ്ട്സ് ഒക്കെ വരും. അവിടെ ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞ്, അന്ന് ഇത്രയും തിരക്കില്ല സ്റ്റേഡിയത്തില്. ഒരു 2001 ഈ കായലോരം എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഫസ്റ്റ് സോങ് അന്ന് ജൂക്ക് ബോക്സ് ആയിരുന്നു. ജൂക്ക് ബോക്സിൽ പിന്നെ ഏതോ ചാനലിലൊക്കെ ഇട്ടായിരുന്നു. അപ്പൊ അത് വന്ന് കണ്ടിട്ട് താഴ്ച ഇങ്ങനെ പേരെഴുതി കാണിക്കും, പ്രജേഷ് രാമേന്ദ്രൻ, സബീഷ് ജോർജ് മ്യൂസിക് ഡയറക്ടർ. അപ്പൊ അപ്പോഴും സംശയം, ഇത് നീ തന്നെ എഴുതിയാണോ? അത് പിന്നെ ഫോട്ടോയും വന്ന് ഫോട്ടോ കാണിച്ചു, ഏകദേശം ആർക്കും മനസ്സിലായി. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആർക്കും അറിയാൻ പാടില്ലായിരുന്നു. തേവരില്ല വീട്, അവിടെ അങ്ങനെ ആർക്കും അറിയില്ല ഇങ്ങനെ പാട്ട് എഴുതുന്നു. ഇപ്പോഴും അറിയില്ലായിരുന്നു. ഇപ്പൊ ഈ പാട്ട് ഓണപ്പാട്ട് വന്ന് ഇങ്ങനെ കുറെ ആൾക്കാർ കേട്ടു തുടങ്ങിയപ്പോഴാണ് അറിയണം ഞാനാണ് എഴുതിയത്, ഇദ്ദേഹമാണ് അത് മ്യൂസിക് ചെയ്തതെന്നൊക്കെ. ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ആയത്? അതായത് പല സിനിമാക്കാരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സിനിമാ കഥകൾ സംസാരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചർച്ചയൊക്കെയാണ് നല്ലത്. പക്ഷെ കോളേജിൽ വന്നു രണ്ട് സ്ഥലത്ത്, അതായത് സ്കൂൾ മുതലുള്ള ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അല്ല, പക്ഷെ കോളേജിൽ വന്നിട്ട് ഈ മ്യൂസിക്കിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണോ അതോ ഫ്രണ്ട്ഷിപ്പിന്റെ ഉള്ളിൽ നിന്ന് ഈ മ്യൂസിക് ഉണ്ടായത്? അല്ലടാ, നമ്മള് മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയതല്ല. നമ്മള് കോളേജ് പഠിച്ച് ഞങ്ങൾ ആ ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് അങ്ങനെ ഒരു സമയത്താണ്
അതെങ്ങനെ വന്നെന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് അല്ലേ? കാരണം അന്ന് നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ അന്ന് റഹ്മാൻ ആണല്ലോ ഇദ്ദേഹം, സബീഷ് ജോർജ് ഈ ഇദ്ദേഹം എന്നുള്ള ഇടാന്ന് വിളിക്കുന്നത് ഇനി എപ്പോഴും അതിനെ കളിയാക്കണത്. അത് കളിയാക്കലാണ്. അത് മനസ്സിലായി. കുഴപ്പമില്ല. നമ്മുടെ കൂട്ടുകാരെ കേൾക്കുമ്പോ ചിരി വരുന്നത് അതുകൊണ്ടാണ്. നിനക്ക് ഭയങ്കര ഒരു തന്തവൈബ് വന്നിട്ടുണ്ട്. തന്തവൈബ് എന്നുള്ളത് നല്ല കാര്യമായി ഇപ്പൊ. അല്ലെ ഇവനെ കളിയാക്കാൻ പറഞ്ഞ നമുക്ക് എന്ത് വൈബ് ഇഷ്ടമാണ്. പിള്ളേരുടെ വൈബ് അല്ല, തന്ത വൈബ് എല്ലാം നല്ലതല്ല. പക്ഷെ നിങ്ങളുടെ പാട്ട് എൻജോയ് ചെയ്യുന്നത് ഇപ്പൊ ന്യൂ ജനറേഷൻ ആൾക്കാരാണ്. നമ്മള് ന്യൂ വൈബായി ഇങ്ങനെ ഒരേ അവർ കഴിയുമ്പോൾ അടുത്ത ഒരു പഠിപ്പിക്കാൻ ഒരു സാറ് വരുന്നതിന് മുമ്പ് ഒരു 2-3 മിനിറ്റ്സ് ഗ്യാപ്പ് കിട്ടുമല്ലോ. അപ്പൊ ഇവനെ ഇടക്കിടക്ക് മുകളിൽ കേൾക്കാൻ പറ്റും. അന്നത്തെ റഹ്മാന്റെ ഈ പറഞ്ഞ രംഗീല സോങ്സ്, താലിലെ പാട്ടുകള്. അപ്പൊ ഞാൻ കൊള്ളാല പാട്ടായിട്ട് എനിക്കും ഇഷ്ടമുള്ള പാട്ടുകളാണ്. അങ്ങനെ വേറെ കുറച്ച് പേർക്കൊക്കെ ആ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പൊ ഞങ്ങളെല്ലാം കൂടി അതിനെ പറ്റി ഡിസ്കഷൻ ആയി. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ബെഞ്ചിലായി ഇരിക്കും. കാരണം ഈ പാട്ടുകള് അങ്ങനെയൊന്നുമില്ല. അവിടെ ക്ലാസ്സിൽ സ്ഥലമുള്ള പോലെ പോയിരിക്കും. എല്ലാവരും ബാക്ക് ബെഞ്ചേഴ്സാണ്. സത്യം പറഞ്ഞ ഞങ്ങളുടെ ഇവിടെ ഉള്ള എല്ലാരും ബാക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് വരും ആൾക്കാർ. അത് ഭാഗ്യമാണ് ഞങ്ങളുടെ അല്ലടാ. അതെ. അങ്ങനെ ഒരു കൂട്ടായ്മ സംഗീതം സിനിമ ഡിസ്കഷൻ ഒത്തിരി ഉണ്ടായിരുന്നു. സിനിമ ചെയ്യണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞില്ല, ഇതിന്റെ പുറകെ നടക്കാനുള്ള ഒരു എനർജി വേണ്ടേ, ഇന്ധനം. ആ ഒരു സംഭവം വളരെ വലുതായിരുന്നു. ഇപ്പോൾ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ഫാദറിന് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വർക്ക്ഷോപ്പിൻ്റെ കൂടെ തന്നെ അങ്ങനെയാണ് ഞാൻ കോളേജും ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ ഫാദറിനെ സഹായിക്കുമായിരുന്നു, പഠിത്തം നടക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ പാഷൻ ഒരു പകുതി, ഫാദറിനെ സഹായിക്കുന്ന ഒരു പകുതി, അങ്ങനെയാണ് കൊണ്ടുപോയിരുന്നത്. എന്നാലേ കറക്റ്റ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫുള്ള് മ്യൂസിക്കിന് വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരു 8-9 വർഷത്തോളം മ്യൂസിക്കിന്റെ പുറകെ തന്നെയാണ്. ഇപ്പോ ഈ പാട്ട് ആൾക്കാർ ഇപ്പൊ നമ്മള് എവിടെ ഈ പാട്ട് വെച്ചാലും മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ ഈ ഓണപ്പാട്ടുണ്ട്. നമ്മളിപ്പോ സ്റ്റാറ്റസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരു ഹമ്മിങ്ങിന്റെ ആ ഒരു ഭാഗം കണ്ട പാട്ട് ഓണപ്പാട്ടാണ്. ഓണം സ്റ്റാർട്ട് ചെയ്തു കേരളത്തിലല്ലേ, എവിടെ ലോകത്ത് എവിടെയും ഓണം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പാട്ട് വേണം. അപ്പൊ ഈ പാട്ട് ഇപ്പൊ കേൾക്കുമ്പോ എന്തായിരുന്നു ഫീല്? ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണല്ലോ പാട്ട്. അത് ഇപ്പൊ കേൾക്കുമ്പോ എന്താ പറയാ, ഇപ്പൊ അതിന് നമുക്ക് ഇത്ര നാള് നിന്നതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. എനിക്ക് ഈ ഫീലോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പണ്ട് ഇതേപോലെ പണ്ടെന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷം മുൻപ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഏഷ്യാനെറ്റ് അങ്ങനെയുള്ള ചാനലിന്റെ ഇങ്ങനെ ഓണ സമയമാകുമ്പോ അവരിങ്ങനെ ഓണത്തിന് പൂവൊക്കെ പോലെ ഇങ്ങനെ അങ്ങനെ വരാൻ പോകുന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ഇതിന്റെ ഒരു മൂളലുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോ ഞാൻ നമ്മുടെ പാട്ടാണല്ല എന്ന് ഞങ്ങൾ അങ്ങനെ പറയും. അത് റിയൽ സോങ് സബീഷിനാണ് മൂളിയത്. അത് ഞാനാ മൂളിയേക്കണേ. നീ മൂളിക്ക. അതെ കണ്ട, താങ്കള് നിന്റെ സൗണ്ട്. അപ്പൊ ശരിയാണ്, ഈ പാട്ട് വരുമ്പോ നമുക്ക് അപ്പൊ അങ്ങനെ മൂളിച്ച് കേൾക്കുമ്പോ ഞാൻ ഇവിടെ നമ്മുടെ പാട്ടാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ ഞങ്ങൾ പണ്ട് അത് ഭയങ്കര എക്സൈറ്റ്മെന്റില് TV ചാനലൊക്കെയാണ് അന്ന് വന്ന് തുടങ്ങിയത്. ചെറുതായിട്ട് ഭയങ്കര കൊതിയോടുകൂടി. കാരണം അന്ന് യൂട്യൂബിലല്ല അത് കാണുന്നത്, റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ സമയത്ത് ടിവിയുടെ മുൻപിൽ ഉണ്ടെങ്കിൽ കേൾക്കാം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവനോട് വിളിച്ചു പറയും, അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടുകാരോടൊക്കെ പറയുമ്പോൾ ചില കൂട്ടുകാർ കേട്ടിട്ട് ഇതേപോലെ അവർക്കും ഇതേ സെയിം എക്സൈറ്റ്മെന്റാ. എടാ ഒന്നും ഉണ്ടാക്കിയ പാട്ടല്ലേ, അതും ഇല്ലാത്തൊരു അവർക്കും നമ്മളെക്കാളും ഫീൽ ഉണ്ട്. ചിലവരൊക്കെ വിളിച്ചിട്ട് പറയും, എടാ അന്ന് നമ്മൾ ഉണ്ടാക്കിയത് റോട്ടിൽ നിന്ന് ഉണ്ടാക്കി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ ചില സമയങ്ങളിൽ ഉണ്ടാക്കുന്ന ചില മെലഡികളൊക്കെ ഇവരുടെ ഓർമ്മയിലുണ്ട്. അപ്പൊ ആ പാട്ടൊക്കെ ചിലതൊക്കെ എന്താ പറയാ അവരുടെ ഓർമ്മയിലുണ്ട് ഇപ്പോഴും. ഞങ്ങൾ കൂടുമ്പോഴൊക്കെ ഞങ്ങൾ പറയും, കളിയാക്കി പറയുള്ളൂ, കൂട്ടുകാരല്ലേ നിങ്ങൾ അന്ന് ഉണ്ടാക്കിയ ആ പാട്ട് എന്നൊക്കെ പറയും, തമാശക്കൊക്കെ പറയും. റീൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്
ഈ ഓണ സമയത്ത് കുറെ റീൽസ് ഇങ്ങനെ കുറെ കാണാൻ പറ്റുമായിരുന്നു ഓണക്കഴിഞ്ഞ്. അപ്പൊ അതിശയം നമ്മൾ, കാരണം നമ്മളിത് ഇനി ഈ പാട്ടൊന്നും ഇങ്ങനെ പൊന്തി വരത്തേയില്ല. പഴയകാല സിനിമകളിൽ കുറെ സിനിമകളിൽ പാട്ടുണ്ടാവും, ആ സിനിമയെ പറ്റി അറിയില്ല, പാട്ടിനെ പറ്റിയൊന്നും അറിയില്ല, അതങ്ങ് അതേപോലെ തന്നെ അവിടെ പോകും. പക്ഷെ റീൽസൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഇതിന്റെ കണ്ടപ്പോൾ വളരെ അത്ഭുതമായിട്ടാ. പാട്ട് സിനിമയിൽ വന്ന സമയത്ത് ഫാമിലി എന്നുള്ള എങ്ങനെയായിരുന്നു? ഇപ്പോൾ ആദ്യമായിട്ട് പാട്ട് അങ്ങനെ മ്യൂസിക് വന്നപ്പോഴാണ് ഫാമിലി തന്നെ അറിയുന്നത് എഴുതുവോ പാട്ട് ചെയ്യുമോ എന്നുള്ളതിൽ. ഈ സ്വന്തം പാട്ട്, മക്കളുടെ പാട്ട് തിയേറ്ററിൽ വരികയാണല്ലോ, സിനിമയിൽ വരികയാണല്ലോ. ആ സമയത്ത് അവർ കേട്ട സമയത്ത് എങ്ങനെയായിരുന്നു ഫാമിലിന്ന്? ആക്ച്വലി അന്ന് ഞങ്ങള് തിയേറ്ററിൽ ഞാനും ഇങ്ങനെ പോയത്, ഞങ്ങള് ഫാമിലി ആയിട്ട് അങ്ങനെ പോയിട്ടില്ല. ടിവിയിൽ വന്ന സമയത്ത്, ടിവിയില് വന്നപ്പോ മീൻസ് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പൊ മീൻസ് അവരുടെ ഉള്ളിലുണ്ടാവും, അത് ചിലപ്പോൾ കാണിക്കാണ്ടായിരിക്കും കേട്ടോ. ഒന്നെന്താ അറിയോ, ഈ എന്താ പറയാ, ഒരു അറ്റെത്താത്തോണ്ടേ നമ്മളൊരു കാരണന്മാര് ചിന്തിക്കണ എന്തായിരിക്കും, മീൻസ് ഇതൊരു നല്ലതായിരിക്കും, നല്ലൊരു മ്യൂസീഷ്യൻ ആവണത് എൻ്റെ ഫാമിലിക്ക് ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിനകത്തുള്ള റിസ്ക് അവരതേ ചിന്തിക്കുള്ളൂ, എന്തുമാത്രം ഇനി പോകണം എന്ന് അവർ ചിന്തിക്കും. നേരെ മറിച്ച് പ്രത്യേകിച്ച് എൻ്റെ ഒരു ആടിയാണെങ്കിൽ ഒരു നാടനാ, പുള്ളിക്ക് ഇതിന്റെ നാടകനായിരുന്നു പുള്ളി. കലാപരമായിട്ട് രാടി ഇങ്ങനെ നന്നായിട്ട് മീൻസ് കുറെ കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാഡി അഭിനയിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ ഇന്ന നാടകത്തിൽ ഇന്ന കഥാപാത്രത്തിനെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഡാഡിക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും ഈ ഫീൽഡിലുണ്ടാവുന്ന റിസ്ക്, ഇത് എന്തുമാത്രം പ്രയത്നിക്കണം, ബുദ്ധിമുട്ടുണ്ട്, ഒരു അത്രയും ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ കാരണന്മാരും ചിന്തിക്കുന്നത് എന്തായിരിക്കും, അവര് പഠിത്തം, ജോലി, അത് കഴിഞ്ഞിട്ടല്ലേ അവര് ചിന്തിക്കുള്ളൂ. അപ്പൊ അങ്ങനെ തന്നെ. പക്ഷെ ഇഷ്ടമാണ്, മീൻസ് അത് കഴിഞ്ഞ് ഞാനത് കഴിഞ്ഞ് വളരെ സീരിയസ് ആയിട്ട് ഡാഡിനോട് ഞാൻ പറഞ്ഞു, ഡാഡി എനിക്ക് കാരണം കുറച്ച് മ്യൂസിക്കും കുറച്ച് ഈ ഡാഡിനെ സഹായിക്കലൊക്കെ ആയിട്ടാണ് പിന്നെ ഞാൻ കുറച്ചാണ് പോകുന്നത്. അത് ഞാനൊരു 7-8 വർഷം മുൻപ് അന്ന് നമ്മൾ സംസാരിച്ചില്ല. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഡാഡിനോട് പറഞ്ഞു, ഡാഡി ഞാൻ പൂർണ്ണമായിട്ട് ഇതിനകത്തേക്ക് എനിക്ക് പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡാഡി അപ്പോൾ എന്നോട് പറഞ്ഞതായി പറ്റില്ലെന്നല്ല, അതിന് നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു മാക്സിമം രാവിലെ മുതൽ ഒരു ഉച്ചവരെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ട് ബാക്കിയുള്ള സമയമാണ് ഞാൻ രാത്രിയും ഇരുന്ന് കുറച്ച് കഷ്ടപ്പാടുണ്ട്. നമ്മളിത് 24 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ ഉറക്കത്തിന് പകരമൊക്കെ ഇരുന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിത്തമുണ്ട്, മ്യൂസിക് പഠിത്തം ഒത്തിരി ഉണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന എനർജി വലുതാണ്, നമുക്ക് ഭയങ്കര ഗുണം കിട്ടും. അപ്പോൾ എനിക്ക് കുറേ ഗുരുക്കന്മാരും ഒത്തിരി, എനിക്ക് പല കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ ആയിട്ട് ഒത്തിരി ഗുരുക്കന്മാരുണ്ട് പല മേഖലയിൽ, മ്യൂസിക്കിൻ്റെ മേഖലയിൽ. അത് സൗണ്ടിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മ്യൂസിക് ഇൻസ്ട്രുമെൻ്റിൻ്റെ കാര്യത്തിൽ, അങ്ങനെയൊക്കെ എനിക്ക് കുറേ കാര്യങ്ങൾ, നമ്മുടെ ഡൗട്ടുകൾ തീർക്കാനുള്ള കുറേ ഞാൻ ഗുരുക്കന്മാരെന്ന് പറയേണ്ടത് വേറെ ഒന്നുമല്ല, അത്രയും എനിക്ക് അത്ര ഹെൽപ്പായിട്ടുണ്ട് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. നമ്മളിങ്ങനെ ഓരോ ഡൗട്ടുകൾ, നമുക്ക് വളരെ വലിയ ഡൗട്ടുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ സൗണ്ടിങ് ആണെങ്കിൽ ചോദിക്കാനായിട്ട് നമുക്ക് വളരെ അടുത്തുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു തരുമ്പോൾ അതെ നമ്മൾ ചെയ്ത് തെറ്റാണ് തിരുത്തി തരുന്നത്. അതുപോലെ മ്യൂസിക്കിൻ്റെ കാര്യത്തിലും നമുക്ക് പല കാര്യങ്ങളും എന്നാലും പഠിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്താ ഈ ഒരു സമയം ഫാമിലിയിൽ ഇങ്ങനെ വന്നപ്പോൾ ഡാഡി പറഞ്ഞ കുഴപ്പമില്ല. അതൊരു പൂർണ്ണമായിട്ട് ഞാൻ ഇപ്പം മ്യൂസിക്കിൽ പൂർണ്ണമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത് ഒരു 8-9 വർഷത്തിനടുത്തായി 100% ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പഠിത്തം തന്നെയാണ്. ചെറുപ്പം മുതലേ മ്യൂസിക് ചെറുപ്പത്തിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് വിട്ടു, പിന്നെ കുറച്ച് പഠിച്ചു, പിന്നെയും വിട്ടു. പിന്നെ കോളേജിൽ വന്നപ്പോൾ കുറച്ച് പഠിച്ച് ഫ്രണ്ട്സിന്റെ ഒരു ഇതില് പഠിച്ചു, പിന്നെ അത് വിട്ടു. ഇപ്പൊ പൂർണ്ണമായിട്ട് സംഗീതമാണ്, മ്യൂസിക്. രണ്ടുപേർക്കും മ്യൂസിക് ഇല്ല, ഞാൻ പ്രൈവറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യും, മാർക്കറ്റിംഗ് സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്യണം, ഇപ്പോഴും വർക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അത്രയും പാഷനായിട്ടാണ് നമ്മൾ മ്യൂസിക്കിനെ കണ്ടിരുന്നത്. ഇപ്പോൾ കോളേജ് മുതൽ അത്രയും ഹാർഡ് വർക്കായി ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരുന്ന് ലിറിക്സ് ഒക്കെ എഴുതി ആൽബംസ് ഒക്കെ ചെയ്ത്
ഒരു പോയിന്റിൽ നമുക്ക് ഈ മ്യൂസിക്കിനെ വിടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഓക്കെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഫാമിലി കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഒരു സമയത്ത് ഒരു ഇമോഷൻ എങ്ങനെയായിരുന്നു? നമ്മൾ അത്രയും പാഷനായിട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഉള്ളില് ഇപ്പൊ നമ്മൾ പറയില്ലേ ചങ്കൊക്കെ, അങ്ങനത്തെ ഒരു വിഷമമൊക്കെ ഞാൻ ചില സമയങ്ങളിൽ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം, ഞാൻ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് നമുക്കിപ്പോൾ അവസരങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, എന്നാലും മ്യൂസിക്കിൽ തന്നെ പാട്ടെങ്കിലും കുറച്ച് കേട്ടിരിക്കാം, അങ്ങനെ ഞാൻ ചിന്തിക്കേണ്ട ഒരു ലെവലിലേക്ക് ഞാൻ ചിന്തിച്ചു. ഒരു ദിവസം ഞാനൊരു പാട്ട്, ഞാൻ തന്നെ ചെയ്ത പാട്ട് ഹൃദയരാഗ മഴ എന്ന് പറയുന്നൊരു പാട്ട് ഈ കൊട്ടേഷനിലുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ അറിയണല്ലോ, എനിക്ക് ഭയങ്കര സങ്കടം, ഒരു വല്ലാത്തൊരു ഫീല്, കണ്ണീന്ന് വെള്ളം വരുന്ന. അപ്പോൾ അത് എനിക്ക് ഭയങ്കര, പിന്നെ അങ്ങനെയൊക്കെ നമുക്കൊരു തോട്ട് തന്നെ ആയിരിക്കും ദൈവം, ഭയങ്കര ഫീല്. അപ്പോൾ വൈഫ് അത് കണ്ടപ്പോൾ അത് പിന്നെ അവരോട് അങ്ങനെ കൂടുതൽ ഇങ്ങനെ നമ്മളിത് എങ്ങനെ പറയും നമുക്ക്, അപ്പം അത് മനസ്സിലായി, അവർക്കത് മനസ്സിലായി. അതുകൊണ്ടൊക്കെ ഇപ്പോൾ ഒരു ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. എൻ്റെ വൈഫാണെങ്കിലും വളരെ സപ്പോർട്ടാണ്. ഫാമിലി ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഡാഡി സപ്പോർട്ടാണ്. അവർക്കത് മനസ്സിലായി, അത്രയും വേദന ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇനി എന്തായാലും ദൈവം അനുഗ്രഹിച്ച് പിന്നെ എത്ര തിരക്കും അതൊക്കെ ആയാലും ഞങ്ങളെപ്പോ കണ്ടാലും അതുണ്ട്. കണ്ടാലും ഞങ്ങള് എന്താ പറയാ, ഇന്നൊരെണ്ണം ചെയ്യുന്നുണ്ട് ഞങ്ങള്. ആക്ച്വലി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്തിരി വൈകി വന്നെങ്കിൽ പറഞ്ഞ കഴിഞ്ഞാല് ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു വർക്ക് ഉണ്ട്. അതപ്പോ അതിന്റെ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവനും കൂടി വന്നത് കേട്ട് ഓക്കെ അടിക്കണം. ഇപ്പൊ ആ ഒരു കാലത്തെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിനൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ആ ഒരു ഇരുന്ന് കുറെ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് പാട്ടുകൾ എഴുതി മ്യൂസിക് ഒക്കെ ചെയ്ത ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ നമുക്ക്. അന്നത്തെ ഒരു കാലം മാത്രമേ മിസ് ചെയ്യുന്നുള്ളൂ, ആ ഫ്രണ്ട്ഷിപ്പ് മിസ് ചെയ്യുന്നില്ല. കാരണം അവരൊക്കെ തന്നെ ഇപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട ഒരു 85% ആൾക്കാരും ആ ഒരു സർക്കിളിൽ തന്നെ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, ഞങ്ങളായിട്ട് കോണ്ടാക്ട് ഉണ്ട്. പിന്നത്തെ ആ ഒരു കാലം മാറിയല്ലോ, ആ ഒരു കാലം മാത്രമേ മിസ് ചെയ്തുള്ളൂ അല്ലേ? അതല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഇനി പുതിയതായിട്ട് ഇപ്പൊ ആ ഒരു കൊട്ടേഷൻ എന്നുള്ള മൂവി ചെയ്തു, അതിനുശേഷം ഏതൊക്കെ മൂവീസ് ആയിരുന്നു? അതോ അതിനുശേഷം ഇപ്പോ ഇവനൊരു ഇത് ചെയ്തു, ഞാനൊരു നവംബർ റെയിൻ എന്ന് പറഞ്ഞൊരു ഫിലിമില് മ്യൂസിക് ലിറിക്സ് ചെയ്തിരുന്നു. സബീഷ് വേറൊരു ഞാനൊരു ആയുർരേഖ എന്ന് പറഞ്ഞിട്ടൊരു പടം, അതിനകത്ത് ONV സാറാണ് ലിറിക്സ് ചെയ്തേക്കുന്നത്. അത് അതൊരു വേറൊരു സന്തോഷം. ONV സാറിന്റെ വരികൾക്ക് മ്യൂസിക് ചെയ്യാം. അതിപ്പോ നമ്മൾ ചെയ്യുന്ന പാട്ട് ONV സാറിന്റെ ആ ഒരു സമയത്ത് അതെ തീർച്ചയായിട്ടും. അതിനകത്തൊരു മ്യൂസിക് എന്ന് ഞാൻ പറയുന്നേ ഇല്ല, മീൻസ് ONV സാറിന്റെ വരികൾ എന്ന് പറയാൻ എനിക്കിഷ്ടം ആ പടം. അതെ. സാറ് എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത്? സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല? സാറ് അന്ന് കോട്ടയത്ത് റൂം എടുത്ത് അവിടെ വെച്ച് കമ്പോസ് ചെയ്തത്. കോട്ടയത്ത് ഒരു ഹോട്ടൽ റൂം എടുത്തിട്ട്, അപ്പൊ ഞാൻ കോട്ടയത്ത് പോയി. അപ്പൊ സാർ അവിടെ വന്നു, അങ്ങനെ അവിടെ നിന്ന് കമ്പോസ് ചെയ്ത്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് അത് രണ്ട് എക്സ്ട്രീം അല്ലേ? അത് വല്ല എനിക്ക് അത് ഇത് എങ്ങനെയാ പറയണ, ഇവനത് പറയേണ്ടത്. ഇതിനു ശേഷം 2002 ചിന്മയി വരുന്നത് മ്യൂസിക്കിലോട്ട്. അപ്പോൾ ആ ചിന്മയിനെ തന്നെ നിങ്ങൾ ഈ 2025 വീണ്ടും നിങ്ങളുടെ പാട്ടിലൂടെ തന്നെ കൊണ്ടുവരിക. അപ്പോൾ ആ ചിന്മയായിട്ടുള്ള ആ ഒരു കോംബോ ഒക്കെ എങ്ങനെയായിരുന്നു? അതായത് ചിന്മയിനെ തന്നെ പാട്ട് പാടിപ്പിക്കണം, നമ്മുടെ പാട്ടിൽ ഉൾപ്പെടുപ്പിക്കണം എന്നുള്ള ആ ഒരു ഇതെങ്ങനെയൊക്കെയാ വന്നത്? ആരുടെ ആയിരുന്നു ആ ഒരു ഐഡിയ? ഇങ്ങനെ ഒരു മ്യൂസിക് കമ്പനി നമ്മളോട് അപ്രോച്ച് ചെയ്തായിരുന്നു. കാരണം ഞങ്ങളെന്നാ ഓണപ്പാട്ടിന് താളം തുള്ളും ആ പാട്ട് എഴുതിയത് ഞങ്ങൾ തന്നെ ഒരു സോങ് ചെയ്യാൻ പറഞ്ഞു അവരുടെ ആ കമ്പനിക്ക് വേണ്ടി. അപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിംഗറെ സെലക്ട് ചെയ്യാമെന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ സെലക്ട് ചെയ്യാമെന്ന് ഇവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. സെലക്ട് ചെയ്ത് അങ്ങനെ ഒരു സോങ് ഇങ്ങനെ നമ്മളുടെ മനസ്സിൽ വന്നപ്പോൾ, പിന്നെ അവൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു സ്റ്റൈലിംഗ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചിന്മയി ആയിരിക്കും. അപ്പോൾ അവൾ ഓൾറെഡി പറഞ്ഞു എൻ്റെ അടുത്ത്, അവൻ്റെ മൈൻഡിൽ അത് തന്നെയാണ്, ചിന്മയി തന്നെയാണെന്നുള്ളത്. അങ്ങനെയാണ് ചിന്മയെ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ സരഗമ അവരോട് പറഞ്ഞു. അവിടുത്തെ ഒരു ഫ്രണ്ട്, അവിടുത്തെ ഒരു മാനേജർ എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങളുടെ ഫ്രണ്ടാണ്, കോമൺ ഫ്രണ്ടാണ്, ബിനു എന്നാണ് അവൻ്റെ പേര്. ബിനുവിനോട് ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിടാ ചിന്മയ. അപ്പോൾ അടിപൊളി. അപ്പം പുള്ളിയാണ് അത് കണക്ട് ചെയ്ത് തന്നത്.
അവിടുത്തെ ചിന്മയി മാമിൻ്റെ മാനേജറെ കണക്ട് ചെയ്ത് തന്ന് എന്നിട്ട് ഞങ്ങൾ അയച്ചു കൊടുത്ത് ഒരു ട്രാക്ക് അയച്ചു തരാൻ പറഞ്ഞ് പാട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളൊരു സ്ക്രാച്ച് ചെയ്ത് അയച്ചു കൊടുത്ത് ഒരു ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് കോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു രണ്ടാമത്തെ ദിവസം ആദ്യത്തെ ദിവസം ഞങ്ങൾ എടാ വിളിച്ചില്ലടാ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ അങ്ങനെ ഞങ്ങൾ ചിന്തിക്കുമല്ലോ സ്വാഭാവികം. രണ്ടാമത്തെ ദിവസം അവിടെ നിന്ന് റിപ്ലൈ ചെയ്ത് പാടാൻ റെഡിയാണ്, ഹൈദരാബാദ് വരാൻ. ഹൈദരാബാദ് അവർ കോമൺ ആയിട്ട് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ മാം അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഹൈദരാബാദ് എന്നുള്ളതും ചെന്നൈ ആക്കിയ ഉപകാരം എന്ന് പറഞ്ഞപ്പോൾ ചെന്നൈ ആ ഒരു വരുന്ന ടൈമിൽ ഒന്ന് പറയാന്ന് പറഞ്ഞ് അങ്ങനെ ചെന്നൈ എനിക്ക് കൊണ്ട് ഇന്ന് നാളെ എന്തോ വരും. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇന്ന് അങ്ങനെ എന്ത് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഞങ്ങള് രാത്രി ചെന്നൈ എന്തോ ഷെഡ്യൂൾ ചെയ്യുന്നു പറഞ്ഞു. ഞങ്ങൾ ഉടനെ ചെന്നൈക്ക് ഇവിടുന്ന് പോയി. അങ്ങനെ പോയി പാടിച്ച് നല്ല രസമായിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പൊ പല മ്യൂസിക് ഡയറക്ടേഴ്സും പറയുന്ന ഒരു കാര്യം, ചില പണ്ട് ഉണ്ടായിരുന്ന പാട്ടുകളെ റിമിക്സ് ചെയ്തിട്ട് കൊല്ലുന്നു അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അതായത് ചിലത് ആ ഒരു ഒത്തന്റിക്കലി അങ്ങനെ കേൾക്കുമ്പോഴാണ് രസം. അത് റിമിക്സ് ചെയ്ത് പല വേറെ മ്യൂസിക്സ് ഒക്കെ കയറ്റി അങ്ങനെ കേൾക്കുമ്പോൾ ആ ഒരു പണ്ടത്തെ ആ ഒരു ഭംഗിയൊന്നും പാട്ടിന് കിട്ടുന്നില്ല എന്ന് ചില മ്യൂസിക് ഡയറക്ടേഴ്സ് പറയുന്നത് കേൾക്കുന്നുണ്ട്. എനിക്കെന്താ അതിനോടുള്ള ഒരു അഭിപ്രായം? എനിക്ക് ഇപ്പൊ എന്റെ ഈ ഓണപ്പാട്ട് റീമിക്സ് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് അത് ഒത്തിരി റീമിക്സ് ചെയ്യട്ടെ എന്നാ. ഈ അടുത്ത് ഞാനൊരു വേറെ ടൈപ്പ് ഓഫ് റീമിക്സ് കേട്ട്, അതും ഒരു ഹിപ്പ് ഹോപ്പ് മോഡല് അതും കൊള്ളാം. മീൻസ് അതധികം ജനങ്ങളിലേക്ക് ഞാൻ ഈ അടുത്ത് കേട്ട് എനിക്കൊരാൾ അയച്ചു തന്നു. പക്ഷെ നല്ല രസമുണ്ട്, അത് എനിക്കിഷ്ടമാണ് അങ്ങനെ കേൾക്കാൻ. അതൊരു വേറെ ഒരു കളറിൽ വരുന്നത്, മെലഡിയുടെ പുറത്ത് ഓരോരോ കളറുകൾ കയറ്റുന്നത് എനിക്കിഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ ഓണപ്പാട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ജനറേഷന് വേണ്ട ഒരു കുറെ ഇൻസ്ട്രുമെന്റ്സ് ഓൾറെഡി അതിലുണ്ട്. ഇപ്പോഴത്തെ എല്ലാ ജനറേഷൻ അതെടുത്ത് റീമിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ആ സോങ് ഭംഗിയായിരിക്കും ചെയ്താലും, റീമിക്സ് ചെയ്താലും ഭംഗിയായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ചില സോങ്ങുകൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ചിലപ്പോ ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നാറുണ്ട്. അല്ലാണ്ട് അത് മാത്രം റിമിക്സ് ചെയ്യണ്ട, അത് അതേപോലെ തന്നെ കേൾക്കാന്നുള്ളത്. ഇവൻ ഈ പറഞ്ഞ ശരിയാ, ചില സോങ്ങുകള് റീമിക്സ് ചെയ്താൽ ചിലപ്പോ ഈ ക്രിഞ്ച് ഫീൽ മീൻസ് അങ്ങനെ വരുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ തോന്നുന്നത്. അത് ശരിയാട്ടോ, അത് ഞാൻ അത് പറയേണ്ട കാര്യമാണ്. ബ്യൂട്ടി പോകും അല്ല, ചിലപ്പോ ശരിയായിരിക്കാം. ഞാൻ എന്റെ പാട്ടിന്റെ സോങ്ങുകളിൽ യൂസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ചിലപ്പോ തനി നാടൻ തനിമയുള്ള ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ് ആയിരിക്കാം യൂസ് ചെയ്തേക്കണം. അതിൽ കൊണ്ട് ചിലപ്പോ ന്യൂ ശരിയാണ്. ഇപ്പൊ എന്റെ മ്യൂസിക്കില് എനിക്ക് ഇഷ്ടമാണ് ഈ പ്രത്യേകിച്ച് ഓണപ്പാട്ടില് റീമിക്സ് ഒക്കെ ഞാൻ വളരെ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഓണപ്പാട്ട് എല്ലായിടത്തും എൻജോയ് ചെയ്യാണല്ലോ. നിങ്ങൾ ഇപ്പൊ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ ആ പാട്ടിന്റെ മേക്കേഴ്സ് ആണ് ആ വരുന്നത് എന്നുള്ളത്? അതോ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണോ ആ പാട്ട്? നമ്മളറിയാവുന്നവർക്ക് ഇപ്പൊ മനസ്സിലായി. കാരണം എനിക്ക് പരിചയമുള്ള ആൾക്കാർക്ക് ഇപ്പൊ അറിയാം. നേരത്തെ എന്ന് പറഞ്ഞാൽ 1-2 സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാം. ഇപ്പൊ പരിചയമുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങി നമ്മളാണ് അത് ചെയ്തതെന്നും. അതേപോലെ തന്നെ ആയിരിക്കുന്നുണ്ട് അല്ലേ? ഇനി ഇതുപോലത്തെ ഒരു മ്യൂസിക് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടാവില്ലേ? അതുപോലെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഈ പക്ക ക്ലാസിക് ആവണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഫ്യൂഷൻ, അതായത് ന്യൂ ജനറേഷന്റെ ഓളം പിടിച്ചിട്ട് തന്നെയുള്ള പാട്ടാവണം, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ ഇനി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന? അങ്ങനത്തെ സോങ്സ് 2-3 ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഞങ്ങള്. ആഹാ, എല്ലാം കയ്യിലുണ്ട്. ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ ഓണം ശരിക്കും ഞങ്ങൾ അങ്ങനത്തെ ഒരു പാട്ടാണ് പ്ലാൻ ചെയ്തതും ചെയ്തു വെച്ചേക്കുന്നതും. അപ്പോഴാണ് ഞങ്ങളുടെ കൂട്ടുകാരനായ നമ്മുടെ ബിനു പറയാടാ ഒരു മെലഡിയിലേക്ക് നമുക്ക് പോവാം. കാരണം ഓൾറെഡി അവര് ഒരു അടിപൊളി പാട്ട് ചെയ്ത് വെച്ച് അത് അവര് സരിഗമ അവര് ഓൾറെഡി ഒരു അടിപൊളി പാട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോർമലി ആ ഒരു അടിപൊളി പാട്ടിന്റെ കൂടെ വേറൊരു അടിപൊളി പാട്ടിന് വരെ ഒരു മെലഡി, അങ്ങനെയാണ് അവര് പറഞ്ഞത്. നമ്മളുടെ ഒരു എന്താ പറയാ, ഈ ഓണത്തിന് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒരു കുറച്ചും കൂടി ഒരു ഫാസ്റ്റ് നമ്പർ ആയിരുന്നു. ഞങ്ങളത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ഓണത്തിന് അതൊന്നും നമുക്കറിയില്ല. കുറെ കാലത്തിന് ശേഷം ആ ഒരു പാട്ട് ഹിറ്റ് ആയതുപോലെ ഇനിയും
നല്ല നല്ല പാട്ടുകൾ, അത് കാലെടുക്കാതെ തന്നെ അപ്പപ്പോൾ ഹിറ്റാവുന്ന കുറേ നല്ല പാട്ടുകൾ നിങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും മലയാളികൾക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു ഓണം കൂടി ആശംസിക്കുന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണം.